മേയർ ഡ്രൈവർ തർക്കത്തിൽ നിർണായക നീക്കവുമായി പോലീസ്. ബസ്സിലെ കണ്ടക്ടറെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുന്നു. ബസ്സിലെ മെമ്മറി കാർഡ് നഷ്ടമായ കേസിലാണ് കണ്ടക്ടറെ ചോദ്യം ചെയ്തത്. ഈ മെമ്മറി കാർഡ് ഡ്രൈവർ യദുവാണ് എടുത്തതെന്ന വാദം ചില കോണുകൾ ഉയർത്തിയിരുന്നു. എന്നാൽ ഇതിന് സാധ്യതയില്ലെന്നാണ് പോലീസ് നിഗമനം. സംഭവം നടന്നതിന്റെ അടുത്ത ദിവസം യദു എത്തിയെന്ന് പറയുന്നുണ്ടെങ്കിലും അന്ന് ബസ് സർവീസിലായിരുന്നു. അതുകൊണ്ട് തന്നെ യദുവിനെ പോലീസിന് സംശയമില്ല. ഇതിനിടെയാണ് കണ്ടക്ടറെ കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യുന്നത്. മെമ്മറി കാർഡിൽ നിർണായക വിവരങ്ങൾ കിട്ടിയെന്ന സൂചന കഴിഞ്ഞ ദിവസം തന്നെ പോലീസ് നൽകിയിരുന്നു. രാജ്യസഭാ എംപിയുമായ റഹീമിന്റെ അയൽവാസിയാണ് കണ്ടക്ടർ. മേയറും ഡ്രൈവർ യദുവുമായുള്ള തർക്കത്തിനിടെ റഹീമിനെ കണ്ടക്ടർ വിളിച്ചിരുന്നു. കണ്ടക്ടറെ റഹീം തിരിച്ചു വിളിച്ചു. അത്തരത്തിലൊരു കണ്ടക്ടറെയാണ് പുലർച്ചെ വീട്ടിൽ നിന്ന് പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത്. എന്തുകൊണ്ടാണ് കണ്ടക്ടറെ കസ്റ്റഡിയിൽ എടുത്ത് ചോദ്യം ചെയ്യുന്നതെന്ന് വ്യക്തമല്ല. തമ്പാനൂർ പോലീസാണ് ചോദ്യം ചെയ്യുന്നത്. മെമ്മറി കാർഡ് കാണാത്തതിൽ KSRTC തമ്പാനൂർ പോലീസിന് പരാതി നൽകിയിരുന്നു. കണ്ടക്ടർ സുബിന്റെ മൊഴി ഈ കേസിൽ നിർണായകമാണ്. മെമ്മറി കാർഡ് കണ്ടെത്താനുള്ള അന്വേഷണം എങ്ങും എത്തിയിട്ടുമില്ല. സംഭവ സമയത്ത് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന എല്ലാ KSRTC ജീവനക്കാരെയും പോലീസ് ചോദ്യം ചെയ്തേക്കും. ബസ് പാർക്ക് ചെയ്ത സ്ഥലത്തും പരിസരത്തും അപ്പോഴും പിറ്റേന്ന് ജോലി ചെയ്തവരെയാണ് ചോദ്യം ചെയ്യുന്നത്. ഇവരിൽ നിന്ന് വിവരങ്ങൾ ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് പോലീസ്. സമീപത്തെ എല്ലാ CCTV ദൃശ്യങ്ങളും സ്വകാര്യ സ്ഥാപനങ്ങൾ, സ്മാർട്ട് സിറ്റി, പോലീസ് എന്നിവരുടെ റോഡുകളിലെ ക്യാമറ ദൃശ്യങ്ങളും ശേഖരിക്കും. ഇവയിൽ ചിത്രം വ്യക്തമാകുമെന്ന് പോലീസ് പറയുന്നു. ഇതിനിടെയാണ് കണ്ടക്ടറിലേക്ക് അന്വേഷണം എത്തുന്നത്. KSRTC ഡിപ്പോയിലെ ക്യാമറയിൽ പിറ്റേന്ന് യദു ബസ്സിന് സമീപത്ത് കൂടി പോകുന്ന ദൃശ്യം ഉണ്ടായിരുന്നു. ആ അന്വേഷണം എങ്ങും എത്തിയിട്ടുമില്ല. കഴിഞ്ഞ ദിവസം തമ്പാനൂർ പോലീസ് മെമ്മറി കാർഡിനെ പറ്റി യദുവിനെ മൊഴിയെടുത്തിരുന്നു. യദുവിന്റെ പരാതിയിൽ കോടതി നിർദ്ദേശപ്രകാരം മേയർ ആര്യ രാജേന്ദ്രനും ഭർത്താവ് സച്ചിൻ ദേവ് ഉൾപ്പെടെ 5 പേർക്ക് ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ പോലീസിന്റെ നോട്ടീസ് വൈകുമെന്നാണ് അതേസമയം സൂചിപ്പിക്കുന്നത്. സിറ്റി പോലീസ് കമ്മീഷണറുടെ നിർദ്ദേശം ലഭിച്ചാലേ നോട്ടീസ് അയക്കാവൂ എന്ന് കണ്ടോൺമെന്റ് പോലീസിന് നിർദ്ദേശമുണ്ട്. 2 FIR ആണ് മേയർക്കും കുടുംബത്തിനുമെതിരെ കണ്ടോൺമെന്റ് പോലീസ് ചുമത്തിയിട്ടുള്ളത്. ഒന്നിൽ മാത്രമാണ് ജാമ്യമില്ലാ വകുപ്പ്. മെമ്മറി കാർഡ് മോഷണം അന്വേഷിക്കുന്നത് തമ്പാനൂർ പോലീസാണ്. കണ്ടക്ടർ സുബിൻ DYFI പ്രവർത്തനാണെന്ന് ഡ്രൈവർ യദു ആരോപിച്ചിരുന്നു. സച്ചിൻ ദേവ് MLA ബസ്സിൽ കയറിയത് കണ്ടില്ല എന്നത് അടക്കമുള്ള കണ്ടക്ടറെ മൊഴി നുണയാണ്. മെമ്മറി കാർഡ് കാണാതായതിൽ കണ്ടക്ടറെ സംശയിക്കുന്നതായി ഡ്രൈവർ വ്യക്തമാക്കിയിരുന്നു.